ആറ്റ്ലസ്മിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഭിജ്ഞ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാർണിഷ് എന്താണെന്നാണ്. ഇപ്പോൾ കുറേ പേര് എനിക്ക് കമൻറ്റ് ചെയ്തു എങ്ങനെയാണ് വാർണിഷ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാമോ, എന്തൊക്കെ ടൈപ്സ് വാർണിഷ് ഉള്ളതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഇന്ന് ജസ്റ്റ് പ്യോർ ബിഗിനർ വീഡിയോ ആണ്. ആക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ ബേസിക്സ് ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ട്യൂട്ടോറിയൽസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയി കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൻ അടിച്ചെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം. നമ്മൾ ബിഗിനേഴ്സിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇത്രയും വില കൊടുത്ത് വാർണിഷൊക്കെ വാങ്ങണോ, അതോ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഒരു പെയിൻറ്റിംഗ് അല്ലേ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ലൈക്ക് ഞാനൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. ബിഗിനിങ്ങിൽ നമ്മൾ സെയിലൊന്നും ചെയ്യുന്നില്ലല്ലോ, അപ്പം ഇത്രയും വില കൊടുത്ത് വാർണിഷ് വാങ്ങി അടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചിന്ത എനിക്കും വന്നിരുന്നു. ഇത് ഓൾമോസ്റ്റ് 4 years ബാക്ക് ചെയ്ത പെയിൻറ്റിംഗ് ആണ്. ഇതിൻ്റെ മുകളിൽ ഞാൻ അടിച്ചിരിക്കുന്ന വാർണിഷ് വുഡ് വാർണിഷാണ്. അപ്പോൾ അന്നത്തെ ട്രയൽ എക്സ്പെരിമെൻറ്റിനകത്ത് ഞാൻ ചെയ്ത് നോക്കിയതാണ്. ആക്ച്വലി നല്ല ഫിനിഷാണ്. ഫിനിഷിനൊന്നും എനിക്കൊരു പ്രശ്നം തോന്നിയില്ല, കളറും പോയിട്ടില്ല, കളർ അതേപോലെ തന്നെ ബ്രൈറ്റായി തന്നെ ഉണ്ട്. കോസ്റ്റ് നോക്കുകയാണെങ്കിലും ഭയങ്കര എഫക്റ്റീവാണ്. നമ്മൾ ആക്ച്വൽ പെയിൻറ്റിങ് വാർണിഷിൻ്റെ പകുതി റേറ്റ് ഇതിന് വരുന്നുള്ളൂ, പക്ഷേ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബിഗിനേഴ്സാണ്, ജസ്റ്റ് അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ പെയിൻറ്റ് ചെയ്ത് തൂക്കി വെക്കാനാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് മോർ ദാൻ എനഫ് എന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് നല്ലൊരു ഫിനിഷാണ് നമ്മളതിന് തരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വാർണിഷിനെ ക്യാൻവാസിലേക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ബ്രഷ്. ഇപ്പോൾ ഇവിടെ സൈസ് 3 ഫ്ലാറ്റ് ബ്രഷാണ് എടുത്തിരിക്കുന്നത്, കുറച്ച് വലിയ ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് പെയിൻറ്റിങ്ങിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ബ്രഷിൻ്റെ സൈസും മാറ്റാം. അതേപോലെ പുതിയ ബ്രഷൊന്നും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്യുമ്പം ഫ്ലാറ്റ് ആക്കി വെക്കുക. അതിനെ ചെരിച്ച് വെക്കുകയോ പൊക്കി വെക്കുകയോ ഒന്നും ചെയ്യരുത്. അതിനെ നേരെ ലെവലാക്കി ഫ്ലാറ്റാക്കി വെച്ചിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ. ആദ്യം നിങ്ങൾക്ക് വുഡ് വാർണിഷ് എങ്ങനെ അടിക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ വുഡ് വാർണിഷ് കണ്ടോ, ഇത് അങ്ങനെ ഒരു ടിന്നിലാണ് നമുക്ക് വാങ്ങി കിട്ടുക. ഇത് ജെം എന്ന് പറയുന്ന ഒരു കമ്പനിയുടെതാണ്. ഓൾമോസ്റ്റ് 70 റുപ്പീസേ വരുന്നുള്ളൂ. നമ്മൾ മറ്റേ ക്യാമലിൻ്റെ ഒക്കെ വാർണിഷിന് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 140-170 റേഞ്ചിൽ റേറ്റ് വരുന്നുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പം നമ്മൾ ഒരു കോർണറിൽ നിന്ന് തുടങ്ങി, നടുവെന്നും അവിടെ നിന്ന് ഇവിടെ നിന്ന് തുടങ്ങാതെ ഒരു കോർണറിന് നല്ലപോലെ അടിച്ചു തുടങ്ങുക. അപ്പം ജസ്റ്റ് അത്യാവശ്യം നല്ല രീതിക്ക് പെയിൻറ്റിനെ വാർണിഷിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഈവൻലി വേണം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ലൈറ്റിൻ്റെ ഡയറക്ഷനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കാണാം എവിടെ എത്രത്തോളമാണ് വാർണിഷ് സ്പ്രെഡ് ആയിട്ടുള്ളതെന്ന്. അപ്പോൾ ഈവൻലി നമ്മൾ ടോപ്പ് ടു ബോട്ടം ഇതേപോലെ ഒരു ഡയറക്ഷനിൽ, അവിടെ ഇവിടെ അങ്ങനെ ഇങ്ങനെയൊന്നും അടിക്കാൻ നിൽക്കണ്ട, ഒരു ഡയറക്ഷനിൽ ഹോറിസോണലി ആണ് നമ്മൾ ആദ്യം അടിക്കുന്നതെന്ന് വെച്ചാൽ ഹോറിസോണലി താഴെ വരെ അടിച്ചു തീർക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബ്രഷ് സ്ട്രോക്ക് ഹോറിസോണലി മാത്രം ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വേർട്ടിക്കലിയും കുറച്ച് വാർണിഷിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം തന്നെ വേർട്ടിക്കലിയും അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഓഫ് വാർണിഷ് ആ ക്യാൻവാസിൻ്റെ മുകളിലുണ്ടാവും. അപ്പോൾ ഈ വാർണിഷിൻ്റെ ഒക്കെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ അങ്ങനെ ഒരു കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ ഈ ഇതൊന്നും സ്ട്രോക്സ് ഒന്നും കാണില്ല. അപ്പോൾ ഈ വാർണിഷിൻ്റെ ഒക്കെ ഒരു നല്ലൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അടിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ ഇങ്ങനെ മേർജ് ബ്ലെൻഡ് ആയിക്കോളും, ഇങ്ങനെ സ്മൂത്തായിട്ട് ഇത് ഒരേ ലെവലിലായി തന്നെ സെറ്റിൽ ആയിക്കോളും. അപ്പം നമുക്ക് ഇത് സെറ്റിലായോ, എങ്ങനെയാണ് കറക്റ്റ് ലെവലിലാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സൈഡിൽ നിന്ന് നോക്കുക, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് നോക്കുക. നമ്മളിത് അടിച്ച് വെച്ച ഉടനെ പെയിൻറ്റിങ്ങിനെടുത്ത് ചെരിക്കാനോ മറിക്കാനോ ഒന്നും നിൽക്കണ്ട. ഇത് ഫ്ലാറ്റായിട്ട് തന്നെ വെക്കുക. അതെങ്ങനെയാണോ കിടക്കുന്നത് അങ്ങനെ തന്നെ കിടക്കുക. അതിനെ പൊക്കാനോ ഇതാക്കാനോ നിൽക്കണ്ട. അപ്പം വാർണിഷ് ചിലപ്പം താഴോട്ട് നിങ്ങൾ ഏത് ഡയറക്ഷനിലേക്കാണ് ഇതിനെ ചെരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡയറക്ഷനിലേക്ക് ഫ്ലോ ആവും. അപ്പോൾ അത് വേണ്ട, നമുക്ക് ചിലപ്പം ഒരു മോശം ടെക്സ്ചർ വരും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണോ ലെയർ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ഫില്ലായോ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സൈഡ് ചെരിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് വീഴുമ്പോൾ നമുക്ക് കാണാം ഇത് ഇങ്ങനെ ലെവലായിട്ടാണോ ഫ്ലോ ചെയ്തിരിക്കുന്നതെന്ന് അല്ലെങ്കിൽ സെറ്റിലായിരിക്കുന്നതെന്ന്. അതേപോലെ തന്നെ വുഡ് വാർണിഷ് അത്യാവശ്യം ഗ്ലോസി ടെക്സ്ചർ ഉള്ളതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നല്ലൊരു ഗ്ലാസ് ഇഫക്റ്റ് അതിന് നമ്മളെ പെയിൻറ്റിങ്ങിന് തരും, നല്ലോണം എടുത്ത് നിൽക്കുകയും ചെയ്യും. നമ്മൾ വുഡ് വാർണിഷിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു യെല്ലോ ടിഞ്ച് ഉണ്ട് ആ ഒരു ഇതിന്. അപ്പോൾ നമ്മൾ വൈറ്റൊക്കെ ഒരുപാട് വൈറ്റുള്ള പെയിൻറ്റിങ് ആണെങ്കിൽ അതിന് ചെറിയൊരു യെല്ലോ ഷെയ്ഡ് വരും. അപ്പോൾ എന്തൊക്കെ ടൈപ്സ് വാർണിഷാണുള്ളത്? അപ്പോൾ ആദ്യത്തെ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫിനിഷ്, അതായത് അതിൻ്റെ ഒരു നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് തരുന്ന ഒരു ലുക്ക്. അപ്പോൾ അത് 3 എണ്ണാണുള്ളത്, അതായത് ഗ്ലോസി, സാറ്റിൻ, മാറ്റ്. അപ്പോൾ ഗ്ലോസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ തിളക്കമുള്ളത്, മാറ്റ് എന്ന് പറയുന്നത് തിളക്കമില്ലാത്ത ഒരു ഇതായിട്ടുള്ള ഫിനിഷ് ഉള്ളത്, തീരെ ലൈറ്റ് അടിച്ചാലൊന്നും അതിനെ റിഫ്ലക്റ്റ് ചെയ്യാത്ത സൈസ്, അതാണ് മാറ്റ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും നടുക്കുള്ളതാണ് സാറ്റിൻ. അതായത് ഭയങ്കര തിളക്കം ഉണ്ടാവില്ല, പക്ഷെ ഭയങ്കര മാറ്റ് ഫിനിഷും അല്ല. അപ്പം അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് വരുന്ന ഫോം, അതായത് സ്പ്രേ ടൈപ്പും ഉണ്ട്,
ബ്രഷ് യൂസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ സ്പ്രേ ടൈപ്പ് നമ്മൾ ജസ്റ്റ് നമ്മൾ സ്പ്രേ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ക്യാൻവാസിന് മുകളിലേക്ക് സ്പ്രേ ചെയ്തിട്ട് നമ്മളൊരു കോട്ട് കൊടുക്കുകയാണ്. മറ്റേത് ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ വാർണിഷിനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയം അനുസരിച്ചിട്ട്, അതായത് ആക്രിലിക് മീഡിയത്തിന് വേറെ വാർണിഷാണ്, ഓയിൽ പെയിൻറ്റിങ്ങിന് വേറെ വാർണിഷാണ്. അപ്പോൾ ഓരോ മീഡിയം അനുസരിച്ചിട്ടും ഓരോ ടൈപ്പ് ഓഫ് വാർണിഷാണ്. ചില വാർണിഷുകൾ ആക്രിലിക്കിനും ഓയിൽ പെയിൻറ്റിങ്ങിനും പറ്റുന്നതുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ ആ ബോട്ടിലിൻ്റെ മുകളിൽ എഴുതി കാണും, ഇറ്റ് ഇസ് സ്യൂട്ടബിൾ ഫോർ സോ ആൻഡ് സോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നിങ്ങൾ വാങ്ങുമ്പോൾ അത് റെഫർ ചെയ്ത് വാങ്ങാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ വാർണിഷിനെ നമുക്ക് ആക്രിലിക് പെയിൻറ്റിൽ അടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ വാർണിഷിനെ ഓയിൽ പെയിൻറ്റിൽ അടിക്കാൻ പറ്റുമോ എന്നാണ്. ഓക്കെ, അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ആക്രിലിക് പെയിൻറ്റിൻ്റെ മുകളിൽ ഓയിൽ പെയിൻറ്റിൻ്റെ വാർണിഷ് അടിച്ചിട്ടുണ്ട്. ആൻഡ് വലിയ തെറ്റില്ലാത്ത റിസൾട്ടാണ് വന്നത്. അത്യാവശ്യം നല്ല ഫിനിഷോടെ തന്നെയാണ് വന്നത്. പെയിൻറ്റ് ഡാമേജ് ആയിട്ട് കുറേ കാലം ഞാൻ ചെയ്ത് വെച്ചിട്ട് പെയിൻറ്റ് ഡാമേജ് ആവോ ഒന്നും ആയിട്ടില്ല. സോ ഇറ്റ്സ് ഫെയർലി റീസണബിൾ ടു യൂസും, കുഴപ്പമൊന്നും പറ്റുന്നു. അപ്പം നിങ്ങൾക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ല, ഓയിൽ പെയിൻറ്റിൻ്റെ വാർണിഷേ കിട്ടിയുള്ളൂ എന്നാണെങ്കിൽ ആക്രിലിക്കിൻ്റെ മുകളിൽ ഓയിൽ പെയിൻറ്റ് വാർണിഷ് യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ അടിക്കാൻ പോകുന്നത് എൻ്റെ പഴയ ഒരു ആക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ മുകളിലാണ് ഞാൻ വാർണിഷ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനടുത്ത് നമ്മൾ ആക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ മുകളിൽ ഓയിൽ പെയിൻറ്റിൻ്റെ വാർണിഷിനെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഓയിൽ പെയിൻറ്റ് വാർണിഷ് നമ്മൾ നേരത്തെ വുഡ് വാർണിഷും ആക്ച്വൽ ആക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ വാർണിഷും പോലെ അത്ര തിക്കായിരിക്കില്ല, കുറച്ചൊരു വെള്ളം പോലെ കുറച്ചൊരു തിന്ന എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ അതും നേരത്തെ പറഞ്ഞ ടെക്നിക്കൊക്കെ സെയിം ആണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഒരേപോലെ സ്മൂത്തായിട്ട് ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഓഫ് ടൈം പെയിൻറ്റിങ്ങിന് ഡ്രൈ ആവാൻ കൊടുക്കുക. ഒരു ഡേ എങ്കിലും കൊടുക്കുക, അറ്റ്ലീസ്റ്റ് മിനിമം ഒരു നൈറ്റെങ്കിലും നമ്മൾ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കൊടുക്കണം ആക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. ഓക്കെ, അതേപോലെ തന്നെ വാർണിഷ് ഡ്രൈ ആവാനും ഒരു നൈറ്റ്, ഞാനൊക്കെ പൊതുവേ രാത്രി ചെയ്ത് വയ്ക്കാറാണ് പതിവ്. അതല്ല മിനിമം ഒരു 6 hours എങ്കിലും നിങ്ങൾ എന്തായാലും പെയിൻറ്റിങ്ങിന് കൊടുത്തേ പറ്റുള്ളൂ വാർണിഷ് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓയിൽ പെയിൻറ്റിൻ്റെ വാർണിഷ് ആക്രിലിക് പെയിൻറ്റിങ്ങിന് മുകളിൽ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, മുകളിൽ ഞാൻ വെച്ചിരിക്കുന്നത് ഓയിൽ പെയിൻറ്റിൻ്റെ വാർണിഷ് അടിച്ച ക്യാൻവാസും താഴെ വെച്ചിരിക്കുന്നത് നമ്മൾ വുഡ് വാർണിഷ് അടിച്ച ക്യാൻവാസുമാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിനും ടെക്സ്ചറിൻ്റെ ഒരു വ്യത്യാസം കണ്ടോ? നമ്മൾ ആ ഓയിൽ പെയിൻറ്റ് അടിച്ചതിന് അത്ര ഗ്ലോസി അല്ല, ഒരു സെമി ഗ്ലോസി ആയിട്ടാണ് വന്നത്, ഭയങ്കര തിളക്കൊന്നും വന്നിട്ടില്ല. പക്ഷേ വുഡ് വാർണിഷ് നല്ല ഗ്ലോസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടെക്സ്ചറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങളിഷ്ടമാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യാന്ന്, അതായത് ടെർപ്പൻറ്റൈൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്ത ബ്രഷിനെ ക്ലീൻ ചെയ്യുന്നത്. അപ്പം നല്ലപോലെ ടെർപ്പൻറ്റൈനിൽ മുക്കിയിട്ട് ബ്രഷിനെ മാക്സിമം അതിനെ നല്ല വൃത്തിയിൽ കഴുകി വെക്കുക. കാരണം കഴുകി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ബ്രഷ് ഭയങ്കര സ്റ്റിഫായി പോകും, പിന്നെ നമുക്ക് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ടെർപ്പൻറ്റൈനിൽ ഇട്ടിട്ട് കഴുകുക. വെള്ളം തൊടിക്കാത്തതാണ് മാക്സിമം നല്ലത്. നമ്മൾ ടെർപ്പൻറ്റൈനിൽ ഇട്ട് കഴുകിയിട്ട് നല്ലപോലെ തുണി എടുത്തിട്ട് തുടച്ച് വെക്കുക ബ്രഷിനെ. പിന്നെ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രഷ് ഇതിനായിട്ട് തന്നെ മാറ്റി വെക്കുക, വേറെ പെയിൻറ്റിങ്ങിനൊന്നും എടുക്കാതിരിക്കുക. പക്ഷേ ആക്രിലിക് പെയിൻറ്റിൻ്റെ വാർണിഷ് നമുക്ക് ഓയിൽ പെയിൻറ്റിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓയിൽ പെയിൻറ്റിൽ ഡ്രൈ ആവുന്നതും ക്യൂർ ആവുന്നതും ഒരു തരം കെമിക്കൽ റിയാക്ഷനിലൂടെയാണ്. അപ്പം നമ്മൾ ആക്രിലിക് പെയിൻറ്റിന് യൂസ് ചെയ്യുന്ന വാർണിഷ് ഇതായിട്ട് റിയാക്ട് ചെയ്ത് ഇറ്റ് മൈറ്റ് ഡാമേജ് ദ വർക്ക്. സോ ആക്രിലിക്കിൻ്റെ വാർണിഷിന് ഒരിക്കലും ഓയിൽ പെയിൻറ്റിൽ യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഒരു ഓപ്ഷനും ഇല്ല എന്നുണ്ടെങ്കിൽ ഓയിൽ പെയിൻറ്റിൻ്റെ വാർണിഷിനെ ആക്രിലിക്കിൽ യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് വലിയ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.